ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ആലമാകെ തൻഹിതത്തിലാക്കി വലി ആലമാകെ തൻഹിതത്തിലാക്കി വലി ആറ്റൽ റസൂലിൻ താവഴി പുകൾ പെറ്റ കൺമണി ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ഖാസിം വലിയുള്ള കാവലാണ് കാമില് കാതലായി ജ്വലിക്കും കവരത്തി ദ്വീപില് ഖാസിം വലിയുള്ള കാവലാണ് കാമില് കാതലായി ജ്വലിക്കും കവരത്തി ദ്വീപില് കറാമത്ത് കൊണ്ട് കേളി കേട്ട സയ്യിദ് കറാമത്ത് കൊണ്ട് കേളി കേട്ട സയ്യിദ് കരമൊന്ന് പുൽകിയാൽ തുറക്കും വിജയവാതില് ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ഖാസിം വലിയുള്ള മുർഷിദായ മുറബ്ബി ആ സവിധം വന്ന് പലരും പലതും തേടി വിതുമ്പി ഖാസിം വലിയുള്ള മുർഷിദായ മുറബ്ബി ആ സവിധം വന്ന് പലരും പലതും തേടി വിതുമ്പി കദമിൻ ചോട്ടിൽ ചേർന്നിരുന്നവർ ജയം നേടി കദമിൻ ചോട്ടിൽ ചേർന്നിരുന്നവർ ജയം നേടി അറബിക്കടൽ പൊതിഞ്ഞ ജസീറത്തിനും ഖ്യാതി ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി താജുൽ ഔലിയ കിരീടം ചൂടിയ താരം താജുൽ അംബിയ സബീല് കാട്ടിയ സൂനം താജുൽ ഔലിയ കിരീടം ചൂടിയ താരം താജുൽ അംബിയ സബീല് കാട്ടിയ സൂനം നാദാ ഖാസിം വലി മദദാൽ കേൾക്കണേ തേട്ടം നാദാ ഖാസിം വലി മദദാൽ കേൾക്കണേ തേട്ടം സദാ ഈ പാബയിൽ കനിയൂ നേട്ടമിൽ നോട്ടം ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ആലമാകെ തൻഹിതത്തിലാക്കി വലി ആലമാകെ തൻഹിതത്തിലാക്കി വലി ആറ്റൽ റസൂലി ദോഷം നിറഞ്ഞ എന്നിൽ ദേശം മദീനയെന്നും മോക്ഷം പ്രതീക്ഷ പകർന്ന് റൂഹി ഫിദാക നബി ഉസ്ബിയദി ശഫീഇ നൂറുൽ ഹുദായ സയ്യിദി ദോഷം നിറഞ്ഞ എന്നിൽ ദേശം മദീനയെന്നും മോക്ഷം പ്രതീക്ഷ പകർന്ന് റൂഹി ഫിദാക നബി ഉസ്ബിയദി ശഫീഇ നൂറുൽ ഹുദായ സയ്യിദി ആറ്റൽ തിരുനബിയെ ആലമീനാകെ നൂറേ ആമിന ബീവിക്കോമനേ ആ തിരു കൈകൾ മുത്തി അസ്ഹാബിൽ ചേർന്നിടുവാൻ ആവാതെ പോയവനാ ഞാൻ
അന്ന് പിറന്നുവെങ്കിൽ അസ്ഹാബിൽ ചേർന്നുവെങ്കിൽ അതിനെനിക്കായിരുന്നെങ്കിൽ അങ്ങേക്ക് ഹാദിമായി ആ തിരുകദമിലായി ഈ പാപി ചേർന്നിരുന്നേനേ. ദോഷം നിറഞ്ഞ എന്നിൽ ദേശം മദീനയെന്നും മോക്ഷം പ്രതീക്ഷ പകർന്ന് റൂഹി ഫിദാക നബി ഉസ്ബി യദി ഷഫീഇ നൂറുൽ ഹുദായ സയ്യിദി. മക്ക മദീനപുരി മണ്ണിൽ എത്തിയിടാൻ കൊതി മണ്ണാനെ ഏകണേ വിധി. മരണം വരും മുമ്പെന്നെ ആ മണ്ണ് കാട്ടിടണേ അഹദായ റബ്ബ് റഹീമേ. മക്ക മദീന വന്ന് മനസ്സ് തുറന്ന് ഒന്ന് മനം പൊട്ടി ഒന്ന് പാടണം. മുത്തിന്റെ മദ്ഹ് പാടി ഇഷ്കിന്റെ മസ്തിലാടി ഇവനൊന്ന് ആശ വീട്ടണം. നാളെ മഹിഷറിലായി ഏറെ പ്രയാസമിലായി ഞാനെത്തുമെന്റെ നബിയേ. അങ്ങന്ന് കൈവിടല്ലേ എന്നെ മറന്നിടല്ലേ അന്നെന്നെ ആട്ടിവിടല്ലേ. ദോഷം നിറഞ്ഞ എന്നിൽ ദേശമദീനയെന്നും മോക്ഷം പ്രതീക്ഷ പകർന്ന് റൂഹി ഫിദാക നബി ഉസ്ബി യദി ഷഫീഇ നൂറുൽ ഹുദായ സയ്യിദി. ദോഷം നിറഞ്ഞ എന്നിൽ ദേശം മദീനയെന്നും മോക്ഷം പ്രതീക്ഷ പകർന്ന് റൂഹി ഫിദാക നബി ഉസ്ബി യദി ഷഫീഇ നൂറുൽ ഹുദായ സയ്യിദി. ദോഷം നിറഞ്ഞ എന്നിൽ ദേശം മദീനയെന്നും മോക്ഷം പ്രതീക്ഷ പകർന്ന് റൂഹി ഫിദാക നബി ഉസ്ബി യദി ഷഫീഇ നൂറുൽ ഹുദായ സയ്യിദി. സുഗന്ധം കരളിൽ
ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ആലമാകെ തൻഹിതത്തിലാക്കി വലി ആലമാകെ തൻഹിതത്തിലാക്കി വലി ആറ്റൽ റസൂലിൻ താവഴി പുകൾ പെറ്റ കൺമണി ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ഖാസിം വലിയുള്ള കാവലാണ് കാമില് കാതലായി ജ്വലിക്കും കവരത്തി ദ്വീപില് ഖാസിം വലിയുള്ള കാവലാണ് കാമില് കാതലായി ജ്വലിക്കും കവരത്തി ദ്വീപില് കറാമത്ത് കൊണ്ട് കേളി കേട്ട സയ്യിദ് കറാമത്ത് കൊണ്ട് കേളി കേട്ട സയ്യിദ് കരമൊന്ന് പുൽകിയാൽ തുറക്കും വിജയവാതില് ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ഖാസിം വലിയുള്ള മുർഷിദായ മുറബ്ബി ആ സവിധം വന്ന് പലരും പലതും തേടി വിതുമ്പി ഖാസിം വലിയുള്ള മുർഷിദായ മുറബ്ബി ആ സവിധം വന്ന് പലരും പലതും തേടി വിതുമ്പി കദമിൻ ചോട്ടിൽ ചേർന്നിരുന്നവർ ജയം നേടി കദമിൻ ചോട്ടിൽ ചേർന്നിരുന്നവർ ജയം നേടി അറബിക്കടൽ പൊതിഞ്ഞ ജസീറത്തിനും ഖ്യാതി ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി താജുൽ ഔലിയ കിരീടം ചൂടിയ താരം താജുൽ അംബിയ സബീല് കാട്ടിയ സൂനം താജുൽ ഔലിയ കിരീടം ചൂടിയ താരം താജുൽ അംബിയ സബീല് കാട്ടിയ സൂനം നാദാ ഖാസിം വലി മദദാൽ കേൾക്കണേ തേട്ടം നാദാ ഖാസിം വലി മദദാൽ കേൾക്കണേ തേട്ടം സദാ ഈ പാബയിൽ കനിയൂ നീട്ടമിൽ നോട്ടം ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ആലമാകെ തൻഹിതത്തിലാക്കി വലി ആലമാകെ തൻ ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ആലമാകെ തൻഹിതത്തിലാക്കി വലി ആലമാകെ തൻഹിതത്തിലാക്കി വലി ആറ്റൽ റസൂലിൻ താവഴി പുകൾ പെറ്റ കൺമണി ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ഖാസിം വലിയുള്ള കാവലാണ് കാമില് കാതലായി ജ്വലിക്കും കവരത്തി ദ്വീപില്
കാസിം വലിയുള്ള കാവലാണ് കാമില് കാതലായി ജ്വലിക്കും കവരത്തി ദ്വീപില് കറാമത്ത് കൊണ്ട് കേളി കേട്ട സെയ്യിദ് കറാമത്ത് കൊണ്ട് കേളി കേട്ട സെയ്യിദ് കരമൊന്ന് പുൽകിയാൽ തുറക്കും വിജയവാതില് ആങ്കോലപതിയിൽ പിറന്ന സയ്യിദേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നുളി കാസിം വലിയുള്ള മുർഷിദായ മുറബ്ബി ആ സവിധം വന്ന് പലരും പലതും തേടി വിതുമ്പി കാസിം വലിയുള്ള മുർഷിദായ മുറബ്ബി ആ സവിധം വന്ന് പലരും പലതും തേടി വിതുമ്പി കദമിച്ചോട്ടിൽ ചേർന്നിരുന്നവർ ജയം നേടി കദമിച്ചോട്ടിൽ ചേർന്നിരുന്നവർ ജയം നേടി അറബിക്കടൽ പൊതിഞ്ഞ ജസീറത്തിനും ഖ്യാതി ആങ്കോലപതിയിൽ പിറന്ന സയ്യിദേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നുളി താജുൽ ഔലിയ കിരീടം ചൂടിയ താരം താജുൽ അംബിയ സബീല് കാട്ടിയ സൂനം താജുൽ ഔലിയ കിരീടം ചൂടിയ താരം താജുൽ അംബിയ സബീല് കാട്ടിയ സൂനം നാദാ കാസിം വലി മദദാൽ കേൾക്കണേ തേട്ടം നാദാ കാസിം വലി മദദാൽ കേൾക്കണേ തേട്ടം സദാ ഈ പാബയിൽ കനിയൂ നേട്ടമിൽ നോട്ടം ആങ്കോലപതിയിൽ പിറന്ന സയ്യിദേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നുടി ആങ്കോലപതിയിൽ പിറന്ന സയ്യിദേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നുടി ആലമാകെ തൻഹിതത്തിലാക്കി വലി ആലമാകെ തൻഹിതത്തിലാക്കി വലി ആറ്റൽ റസൂലി ദോഷം നിറഞ്ഞ എന്നിൽ ദേശം മദീനയെന്നും മോക്ഷം പ്രതീക്ഷ പകർന്ന് റൂഹി ഫിദാക നബി ഉസ്ബിയദി ശഫീഇ നൂറുൽ ഹുദായ സയ്യിദി ദോഷം നിറഞ്ഞ എന്നിൽ ദേശം മദീനയെന്നും മോക്ഷം പ്രതീക്ഷ പകർന്ന് റൂഹി ഫിദാക നബി ഉസ്ബിയദി ശഫീഇ നൂറുൽ ഹുദായ സയ്യിദി ആറ്റൽ തിരുനബിയെ ആലമീനാകെ നൂറേ ആമിന ബീവിക്കോമനെ ആ തിരു കൈകൾ മുത്തി അസ്ഹാബിൽ ചേർന്നിടുവാൻ ആവാതെ പോയവനാ ഞാൻ അന്ന് പിറന്നുവെങ്കിൽ അസ്ഹാബിൽ ചേർന്നുവെങ്കിൽ അതിനെനിക്കായിരുന്നെങ്കിൽ അങ്ങേക്ക് ഹാദിമായി ആ തിരു കദമിലായി ഈ പാപി ചേർന്നിരുന്നേനേ ദോഷം നിറഞ്ഞ എന്നിൽ ദേശം മദീനയെന്നും മോക്ഷം പ്രതീക്ഷ പകർന്ന് റൂഹി ഫിദാക നബി ഉസ്ബിയദി ശഫീഇ നൂറുൽ ഹുദായ സയ്യിദി മക്ക മദീനപുരി മണ്ണിൽ എത്തിയിടാൻ കൊതി മണ്ണാനെ ഏകണേ വിധി മരണം വരും മുമ്പെന്നെ
ആ മണ്ണ് കാട്ടിടണേ അഹദായ റബ്ബ് റഹീമേ. മക്ക മദീന വന്ന് മനസ്സ് തുറന്ന് ഒന്ന് മനം പൊട്ടി ഒന്ന് പാടണം. മുത്തിന്റെ മദ്ഹ് പാടി ഇഷ്ടിന്റെ മസ്തിലാടി ഇവനൊന്ന് ആശ വീട്ടണം. നാളെ മഹിഷറിലായി ഏറെ പ്രയാസമിലായി ഞാനെത്തുമെന്റെ നബിയേ. അങ്ങന്ന് കൈവിടല്ലേ എന്നെ മറന്നിടല്ലേ അന്നെന്നെ ആട്ടിവിടല്ലേ. ദോഷം നിറഞ്ഞ എന്നിൽ ദേശമദീനയെന്നും മോക്ഷം പ്രതീക്ഷ പകർന്ന് റൂഹി ഫിദാക നബി ഉസ്ബിയദി ഷഫീഇ നൂറുൽ ഹുദായ സയ്യിദി. ദോഷം നിറഞ്ഞ എന്നിൽ ദേശം മദീനയെന്നും മോക്ഷം പ്രതീക്ഷ പകർന്ന് റൂഹി ഫിദാക നബി ഉസ്ബിയദി ഷഫീഇ നൂറുൽ ഹുദായ സയ്യിദി. ദോഷം നിറഞ്ഞ എന്നിൽ ദേശം മദീനയെന്നും മോക്ഷം പ്രതീക്ഷ പകർന്ന് റൂഹി ഫിദാക നബി ഉസ്ബിയദി ഷഫീഇ നൂറുൽ ഹുദായ സയ്യിദി. സുഗന്ധം കരളിൽ
ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ആലമാകെ തൻഹിതത്തിലാക്കി വലി ആലമാകെ തൻഹിതത്തിലാക്കി വലി ആറ്റൽ റസൂലിൻ താവഴി പുകൾ പെറ്റ കൺമണി ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ഖാസിം വലിയുള്ള കാവലാണ് കാമില് കാതലായി ജ്വലിക്കും കവരത്തി ദ്വീപില് ഖാസിം വലിയുള്ള കാവലാണ് കാമില് കാതലായി ജ്വലിക്കും കവരത്തി ദ്വീപില് കറാമത്ത് കൊണ്ട് കേളി കേട്ട സയ്യിദ് കറാമത്ത് കൊണ്ട് കേളി കേട്ട സയ്യിദ് കരമൊന്ന് പുൽകിയാൽ തുറക്കും വിജയവാതില് ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ഖാസിം വലിയുള്ള മുർഷിദായ മുറബ്ബി ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ആലമാകെ തൻഹിതത്തിലാക്കി വലി ആലമാകെ തൻഹിതത്തിലാക്കി വലി ആറ്റൽ റസൂലിൻ താവഴി പുകൾ പെറ്റ കൺമണി ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ഖാസിം വലിയുള്ള കാവലാണ് കാമില് കാതലായി ജ്വലിക്കും കവരത്തി ദ്വീപില് ഖാസിം വലിയുള്ള കാവലാണ് കാമില് കാതലായി ജ്വലിക്കും കവരത്തി ദ്വീപില് കറാമത്ത് കൊണ്ട് കേളി കേട്ട സയ്യിദ് കറാമത്ത് കൊണ്ട് കേളി കേട്ട സയ്യിദ് കരമൊന്ന് പുൽകിയാൽ തുറക്കും വിജയവാതില് ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി ഖാസിം വലിയുള്ള മുർഷിദായ മുറബ്ബി ആ സബിതം വന്ന് പലരും പലതും തേടി വിതുമ്പി ഖാസിം വലിയുള്ള മുർഷിദായ മുറബ്ബി ആ സബിതം വന്ന് പലരും പലതും തേടി വിതുമ്പി കദമിച്ചോട്ടിൽ ചേർന്നിരുന്നവർ ജയം നേടി കദമിച്ചോട്ടിൽ ചേർന്നിരുന്നവർ ജയം നേടി അറബിക്കടൽ പൊതിഞ്ഞ ജസീറത്തിനും ഖ്യാതി ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊളി താജുൽ ഔലിയ കിരീടം ചൂടിയ താരം താജുൽ അംബിയ സബീല് കാട്ടിയ സൂനം താജുൽ ഔലിയ കിരീടം ചൂടിയ താരം താജുൽ അംബിയ സബീല് കാട്ടിയ സൂനം
നാദാ കാസിം വലി മദദാൽ കേൾക്കണേ തേട്ടം നാദാ കാസിം വലി മദദാൽ കേൾക്കണേ തേട്ടം സദാ ഈ പാബയിൽ കനിയൂ നേട്ടമിൽ നോട്ടം ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊടി ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നൊടി ആലമാകെ തൻഹിതത്തിലാക്കി വലി ആലമാകെ തൻഹിതത്തിലാക്കി വലി ആറ്റൽ റസൂലിൻ താവഴി പുകൾ പെറ്റ കൺമണി ആങ്കോലപതിയിൽ പിറന്ന സീതേ നിധി ആവോളം റബ്ബിലായി ലയിച്ച് ചേർന്ന പൊന്നുളി نبينا وحبيبنا محمد صلى الله عليه وسلم ثم إلى حضرة أهل الخير كلهم أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا ومولانا محمد. اللهم اوصل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة النبي محمد صلى الله عليه وسلم. اللهم وإلى حضرات أرواح آبائه وإخوانه من الأنبياء والمرسلين. اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين رضوان الله تعالى عن كلهم أجمعين. اللهم وإلى حضرة من مات منا من آبائنا وأمهاتنا وأقربائنا لا سيما وإلى حضرة من دفن في هذه الجزيرة. اللهم اغفر لهم وارحمهم واعف عنهم وعافهم. اللهم بارك لنا في جميع أمورنا لا سيما في أمرنا وفي اجتماعنا هذا وفي مجلسنا هذا وفي حفلتنا هذه بركة دامة كما باركت على عبادك الصالحين. اللهم يسر عسيرنا وسهل أمورنا وفرج همومنا واكشف كروبنا وعد ديوننا واشف أمراضنا واقض حوائجنا وحوائج من أوصانا بالدعاء يا قاضي الحاجات. اللهم سلمنا وسلم أهلنا وسلم أهل معاهدنا من آفات الدارين وارزقنا وإياهم سعادات الدارين
اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم إنك تعلم ما نحن فيه وما نطلبه فحقق رجاءنا وبلغ آمالنا يا خير الناصرين. اللهم ربنا وقنا شر ما قضيت اللهم ربنا وقنا شر ما قضيت اللهم ربنا وقنا شر ما قضيت. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير سبحان ربك. നമ്മുടെ രീതിയിൽ പ്രഭാഷണം നടത്തുന്നതിൻ്റെ മുന്നോടിയായി കഴിഞ്ഞ വർഷത്തെ പൊതുപരീക്ഷയിൽ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണമാണ് ഇവിടെ നടത്താനിരിക്കുന്നത്. നൂറുദ്ദ ഹയർ സെക്കൻഡറി മദ്രസ കമ്മിറ്റി നൽകുന്ന ഉപഹാര സമർപ്പണം ആദ്യമായി 10ാം ക്ലാസ്സിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയ കമറുന്നീസ കെയോ എന്ന വിദ്യാർത്ഥിക്ക് ഉപഹാരം നൽകുന്നത് മദ്രസ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കെയോ ജൈലാബിൻ ഹാജി അവർകളാണ്. വാങ്ങുന്നതിന് വേണ്ടി കമറുന്നീസയെയും നൽകുന്നതിന് വേണ്ടി പ്രസിഡന്റ് അവരുകളെയും ആദരവും ക്ഷണിക്കുന്നു. സെക്കൻഡ് ഫാത്തിമത്തുൽ സഹറ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പറ്റണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്തത് 7ാം തരത്തിൽ ഫസ്റ്റ് സെക്കൻഡ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണമാണ്. നൽകുന്നതിന് വേണ്ടി മദ്രസ സെക്രട്ടറി ബഹുമാനപ്പെട്ട കെ സൈദുൽ ഹാജികളെ ആദരവും ക്ഷണിക്കുന്നു. ഫസ്റ്റ് റാഷിദ എം ഐ വിദ്യാർത്ഥികളില്ലെങ്കിൽ ബന്ധപ്പെട്ടവരൊന്ന്. സെക്കൻഡ് ഷഹാന ശരൺ BP. അഞ്ചാം നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച മുഹമ്മദ് ഹിജാസ് PA നൽകുന്നതിന് വേണ്ടി മദ്രസ ട്രഷറർ NK അബ്ദുസലാം അവരുകളെ ആദരവും ക്ഷണിക്കുന്നു. സെക്കൻഡ് ഹഫ്സ ബിൻത് മൻസൂർ. സെക്കൻഡ് ഹഫ്സ ബിൻത് മൻസൂർ. അടുത്തത് ലക്ഷദ്വീപ് SKSS തലപ്പാവിക്ക് നൽകുന്ന ഉപഹാരമാണ്. 5ാം ക്ലാസ് 7ാം ക്ലാസ് വിദ്യാർത്ഥികളായിരിക്കുന്ന ഇപ്പോൾ വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് നൽകുന്നതിന് വേണ്ടി SKSS അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله
الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا ونبينا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. أبي وأمي وأهلي ومالي وروحي وقلبي فداك يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بارك نصيحتنا وانفع بها كلنا دنيا وأخرانا. مولاي صل وسلم حب النبي ومدحه خير العمل وعسى الإله به يبلغه الأمل. وله بنيل شفاعة طه كفل عند الإله منعما تنعيما. صلوا عليه وسلموا تسليما. وسريت ليلا لا يزال بهيما فوق البراق مسرجا مذموما. ترقى يسايرك الأمين نديما تعلو لحضرة قدسه تقديما. صلوا عليه وسلموا تسليما. لي خمسة نطفي بها حر الوباء الحاطما. المصطفى والمرتضى وابنهما والفاطمة. واعلموا يا أمة سيدنا وحبيبنا ونبينا ومولانا محمد. ബഹുമാന്യനുമായ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്, ഈ മഹത്തായ സ്ഥാപനത്തിന്റെ സെക്രട്ടറി, കമ്മിറ്റി ഭാരവാഹികളെ, ഈ മഹത്തായ സംഗമത്തെ പ്രാർത്ഥനകൾ അനുഗ്രഹിച്ച ബഹുമാന്യനായ നഹ അഹ്സൻ ഉസ്താദ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന
ആദരണീയനും ബഹുമാന്യനുമായ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ സ്വതന്ത്രമായും അഭിമന്യ ഗുരുനാഥൻ ഹാഫിദ് റഹ്മത്തുള്ളാഹി ഖാൻ ബാഖവി ഉസ്താദ്, നൂറുൽ ഹുദ തഹ്ഫീദുൽ ഖുർആൻ കോളേജിന്റെ മുൻ പ്രിൻസിപ്പാൾ ഹാഫിദ് മുസ്തഫ ബാഖവി ഉസ്താദ്, തഹ്ഫീദുൽ ഖുർആൻ കോളേജിന്റെ പ്രിൻസിപ്പൽ ഹാഫിദ് ഫضل റഹ്മാൻ ഹുദവി, ആദരണീയനായ ഹാഫിദ് സ്വാദിഖ് ഹുദവി, ആദരണീയനും ബഹുമാന്യനുമായ അഷ്റഫ് ദാരിമി, എന്റെ ശബ്ദം കേൾക്കുന്ന നല്ലവരായ ദീനീ സ്നേഹികളും വിജ്ഞാനദാഹികളുമായ കാക്കകാരണവന്മാർ, സഹോദരീ സഹോദരന്മാർ, കുഞ്ഞാറ്റന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ഇൽമിന്റെ മജ്ലിസിൽ സംഗമിച്ചതുപോലെ നാളെ അവന്റെ അനുഗ്രഹ സമ്പൂർണമായ സ്വർഗീയ ലോകത്ത് ഒരുമിച്ചുകൂടാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ട സർവ്വ ആളുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സുഖത്തിലും സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ പരിപൂർണ്ണ മുഅ്മിനായി കലിമത്തുൽ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ട സർവ്വ ആളുകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമയം ഏറെ വൈകിയതുകൊണ്ട് ആമുഖം പറഞ്ഞുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരൽപ്പം മാത്രം നാം ഇന്ന് ചർച്ച ചെയ്യാൻ പറഞ്ഞ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ പ്രവർത്തന രീതിയിൽ കൊണ്ടുവന്ന് സജീവമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നീണ്ട 16 ദിവസത്തോളം നമ്മൾ ചർച്ച ചെയ്ത പറഞ്ഞതും കേട്ടതുമായ ഇൽമുകൾ അല്ലാഹു ഉപകാരപ്രദമായ ഇൽമാക്കി മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, എന്നെ ഞാനാക്കി മാറ്റിയ പരിശുദ്ധമായ ഈ സ്ഥാപനത്തിന്റെ അക്ഷരമുറ്റത്ത് ഇങ്ങനെ ഒരു വലിയ മുഹൂർത്തത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞതിൽ നാദനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ് സുബ്ഹാന അൽഹംദുലില്ലാഹ് അൽഫമറ. ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരിക്കലും തിരിച്ചു തരാത്ത കാലചക്രത്തിന്റെ യവനികൾക്കുള്ളിലേക്ക് മറഞ്ഞുപോയ എന്റെ ബാല്യങ്ങളെ ഓർത്തുപോവുകയാണ്. ഈ വേദിയാണ് എന്നെ ഇങ്ങനെ പ്രാപ്തമാക്കിയത്. കിതാബും കൈകളിലേന്തി 7 മണിയുടെ ബെല്ലും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മദ്രസയിലേക്ക് ഓടി വന്നൊരു കാലം. ഇവിടെ നിന്നായിരുന്നു എഴുതി പഠിച്ച പ്രസംഗങ്ങൾ തെറ്റിപ്പോകുമോ എന്ന ഭയത്തോടുകൂടെ ഓരോ സമാജങ്ങളിലും ഓരോ നവീന പരിപാടികളിലും ഞാൻ പ്രസംഗിച്ചു പഠിച്ചത്. അവിടെ നിന്നും അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് 16 ദിവസം നീണ്ടു നിന്ന ഒരു മതപ്രഭാഷണ പരമ്പരക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകി. അകമഴിഞ്ഞ റബ്ബിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അതിന് അവസരം ഒരുക്കി തന്ന, എന്നെ വളർത്തിയെടുത്ത ഈ മദ്രസയിലെ കമ്മിറ്റി ഭാരവാഹികൾ, ഈ മദ്രസയ്ക്ക് വേണ്ടി ഇത്രയും കാലം പ്രവർത്തിച്ചവർ, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ, നാദാനി അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഒരാളെ പോലും വിട്ടുപോകാത്ത തരത്തിൽ ആരുടെയും പേരുകൾ എടുത്തു പരാമർശിക്കാതെ ഞാൻ ഒറ്റവാക്കി എല്ലാവരെയും ഹൃദയം തൊട്ടുകൊണ്ട് അഭിനന്ദിക്കുകയാണ്, എന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടുതൽ ആമുഖം പറഞ്ഞു നിന്നാൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ വിഷയം ചർച്ച ചെയ്യാൻ കഴിയാതെ പോകും. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ അവസാനം നമുക്ക് സംസാരിക്കാം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞത് വേർപാടിന്റെ വേദനയെ കുറിച്ചാണ്. ഒരുമിച്ച് കൂടിയാൽ ഒരു വേർപിരിയൽ അനിവാര്യമാണ്. 16 ദിവസം നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി. ഇന്ന് നമ്മൾ പിരിയുകയാണ്. ഈ മതപ്രഭാഷണം ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വർഷം ആരൊക്കെ ആഫിയത്തോടെ ദീർഘായുസോടുകൂടെ ഇവിടെ പങ്കെടുക്കാനുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, മരണത്തിന് പ്രായവ്യത്യാസങ്ങളില്ല. വയസ്സായ ആളുകൾ മാത്രമേ മരിക്കൂ എന്ന ലിഖിത നിയമമൊന്നുമില്ല. വെട്ടിയിട്ട തടികൾ പോലെ ചുറുചുറുക്കുള്ള കരുകരുത്തുള്ള യുവാക്കളും യുവതികളുമൊക്കെ മരിക്കുന്ന വാർത്തകൾ, അവർക്ക് വേണ്ടി ഖബറുകൾ തീർക്കപ്പെടുന്ന
എത്രയെത്ര കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഇതേ സന്തോഷങ്ങളിൽ പങ്കെടുത്ത കമ്മിറ്റി ഭാരവാഹികൾ പലരും ഇന്ന് 6 അടി മണ്ണിലാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് വാഴ കേട്ടവർ പലരും ഇന്ന് 6 അടി മണ്ണിലാണ്. അടുത്ത വർഷം നമ്മിൽ ആരൊക്കെ ബാക്കിയുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. എപ്പോഴാണ് മരണം നമ്മിലേക്ക് കടന്നു വരിക എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകളുടെ മരണവാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നും നമ്മൾ മരണവാർത്ത കേട്ടു, ഇന്നലെയും മരണവാർത്തകൾ കേട്ടു. ഇതേപോലെ ഒരു ദിവസം എന്റെയും നിങ്ങളുടെയും മരണവാർത്തകൾ വിളിച്ചു പറയപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. എത്രയെത്ര മയ്യത്തുകളെയാണ്, എത്രയെത്ര ജനാസകളെയാണ് നമ്മൾ കുളിപ്പിക്കുന്നതിന് സാക്ഷിയായിട്ടുള്ളത്. എത്രയെത്ര ജനാസകളെ കഫം പൊതിയാനാണ് നമ്മൾ സാക്ഷിയായിട്ടുള്ളത്. എത്രയെത്ര മയ്യത്തുകളെയാണ് സന്തൂക്കിലേറ്റിയിട്ട് നമ്മുടെ തോളിൽ ചുമന്നുകൊണ്ട് പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. എന്തിനേറെ നമ്മുടെ സ്വന്തം ഭാര്യമാരെയും നമ്മുടെ സ്വന്തം ഉമ്മമാരെയും സ്വന്തം ഉപ്പമാരെയും നമ്മുടെ സ്വന്തം കുടുംബക്കാരെയും വരെ തോളിലേറ്റിക്കൊണ്ട് പള്ളിക്കാട്ടിന്റെ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തഅറതൻ ഉഖറാ എന്ന പരിശുദ്ധമായ ഖുർആന്റെ അർത്ഥഗർഭമേറിയ ആപ്തവാക്യം ഉച്ചരിച്ച് 3 പിടി മണ്ണ് വാരി അവരുടെ കഫം കുടവയിലേക്ക് അവരുടെ ദേഹത്തിലേക്ക് എറിയുമ്പോ ഓർത്തിട്ടുണ്ടോ സഹോദരങ്ങളെ? ഓർത്തിട്ടുണ്ടോ? ഇതേപോലെ ഒരു ദിവസം എന്നെയും കൊണ്ടുവന്ന് ഈ ഏകാന്തമായ ഖബറിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് എല്ലാവരും തിരിഞ്ഞു പോകുന്ന ഒരു ദിവസം എനിക്കും വരാനുണ്ട് എന്ന് എന്നെങ്കിലും ആത്മാർത്ഥമായി ഞാനും നിങ്ങളും ഓർത്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ആദരവായ എനിക്കറിയില്ല മക്കളെ, റൂഹി തസീറു ഇലൽ ജന്നാ, എന്റെ ആത്മാവ് പോകുന്നത് അല്ലാഹുവിന്റെ സുഖലോലുപ സ്വർഗ്ഗത്തേക്കാണോ അതോ അമ്മിനന്നാർ, കത്തിയാടുന്ന ഭീകരമായ നരകത്തിലേക്കാണോ ഈ ഇമാം ഷാഫിയുടെ ആത്മാവ് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയൂല്ല മക്കളെ. സുമ്മ ജഅല യബ്കീ, ഇതും പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാമുൽ ശാഫിഈ തങ്ങൾ കരഞ്ഞുപോയെങ്കിൽ ശ്വാസമെടുക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഓർമ്മ വേണം. ഒരു ശ്വാസം താഴേക്ക് വിടണമെങ്കിൽ അല്ലാഹുവിന്റെ ഓർമ്മ വേണം. ജീവിതത്തിന്റെ ഹറകാത്ത് സകലാത്തുകളിലും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലായി ജീവിച്ച കർമ്മശാസ്ത്ര ലോകത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത ഇമാമിന്റെ അവസാന വാക്ക് ഇങ്ങനെയാണെങ്കിൽ ആ മരണം നമുക്കുമില്ലേ ഉമ്മോ? ആ മരണം നമ്മയും തേടി വരൂലേ സഹോദര? മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചില്ലേ, കൈഫ വജദത അലമൽ മൗതി, മരണത്തിന്റെ സമയം എങ്ങനെയായിരുന്നു മൂസ? അല്ലാഹുവിനോട് മുഖാമുഖം സംസാരിച്ച കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, മരണത്തിന്റെ നേരം എങ്ങനെയായിരുന്നു? കൈഫ വജദത അലമൽ മൗതി, മരണ സമയം എങ്ങനെയായിരുന്നു മൂസ നബിയെ എന്ന് ചോദിക്കുമ്പോ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, വജദതു നഫ്സീ കൽ ഉസ്ഫൂർ, മരണത്തിന്റെ നേരം എങ്ങനെയെന്നറിയുമോ? ഒരു കുരുവി കുട്ടിയെ പോലെ ആയിരുന്നു ഞാൻ. അതേ ജീവനുള്ള ഒരു പക്ഷിയെ, ജീവനുള്ള ഒരു കുരുവിയെ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് ഇട്ടു എന്ന് സങ്കല്പിക്കുക. അത് ചാകുന്നില്ല, ആ എണ്ണയിൽ കിടന്ന് അത് ജീവനോട് പിടപിടക്കുന്ന രംഗമുണ്ടല്ലോ. ആ സമയത്ത് ആ പക്ഷിയുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അതുപോലെ ആയിരുന്നു ഈ മൂസയുടെ ശരീരമെന്ന് കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പ്രവാചകന് പഠിപ്പിച്ചു പോയെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു വേദന എന്തായാലും അനുഭവിക്കേണ്ടി വരും. ആ മരണത്തിന്റെ വേദന ചില്ലറയല്ല സഹോദര, മരണത്തിന്റെ വേദന ചില്ലറയല്ല. അതുകൊണ്ട് അധാർമികമായ അക്രമത്തിന്റെ അനീതിയുടെ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആ മരണവേദനയുടെ ആക്കം കൂട്ടണ്ട, ആ മരണവേദനയുടെ കടുപ്പം കൂട്ടണ്ട. ആദരവായ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൽമാനുൽ ഫാരിസി എന്ന സ്വഹാബിയോട് നല്ല മരണത്തിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ. നമുക്ക് പുറം നോക്കി വിധിക്കാനേ കഴിയുകയുള്ളൂ, അദ്ദേഹത്തിന്റെ ഈമാൻ അളക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെടുന്ന നേരം 3 അടയാളം അവരിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് അല്ലാഹുവിന്റെ കാരുണ്യമുള്ള മയ്യത്താ, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ച അടിമയാ, നല്ല മരണം ലഭിച്ച സജ്ജനങ്ങളിൽപ്പെട്ട മനുഷ്യനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരായ സൽമാനുൽ ഫാരിസി തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്.
ഒരാള് ലോകത്തിൽ നിന്ന് വിട പറയാൻ നേരത്തെ അദ്ദേഹത്തിന്റെ നെറ്റിത്തടം വിയർക്കുകയാണെങ്കിൽ അതേപോലെ അദ്ദേഹത്തിന്റെ നാസാദ്വാരങ്ങൾ മൂക്കിന്റെ ദ്വാരങ്ങൾ വീതി കൂടുകയാണെങ്കിൽ അതേപോലെ അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുകയാണെങ്കിൽ നിലവിളിക്കുകയല്ല തേങ്ങി തേങ്ങി കരയുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ ദിക്റിലും ഫിക്റിലുമായി അള്ളാഹുവിന്റെ റഹ്മത്തിലായിക്കൊണ്ടുള്ള മരണമാണ് എന്ന് മഹാനായ സൽമാൻ അൽ ഫാരിസി തങ്ങളോട് പറയുമ്പോൾ നബി തങ്ങൾ പറയുകയാണ്, പ്രിയപ്പെട്ട സൽമാൻ, ഈ മൂന്ന് അടയാളങ്ങൾ ആരെങ്കിലും കണ്ടാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങിക്കൊണ്ട് അവനെ പൊതിഞ്ഞിരിക്കുന്നു, അവന് നല്ല മരണം ലഭിച്ചിരിക്കുന്നു എന്ന് ആദരവായ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണം ഏറ്റവും നല്ല വാഴിലാണ്, മരണം ഏറ്റവും നല്ല ഉപദേശകനാണ്. മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഞാനും ഒരു നാൾ മരണപ്പെടും, മരിക്കാതെ രക്ഷയില്ല. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞില്ലേ, ഉമ്മാടെ ഗർഭാശയം കണ്ടുപോയി, ഇനി 6 അടി മണ്ണ് കണ്ടിട്ടേ മതിയാകൂ. മരണപ്പെടാതെ ഒരാളും രക്ഷപ്പെടില്ല. മരിക്കൽ നമുക്ക് നിർബന്ധമാണ്. ബാക്കി ഒരു കാര്യവും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഈ പ്രഭാഷണം ഇവിടെ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്നോ അടുത്ത കാര്യം എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്നും ഉറപ്പോടെ പറയാൻ പറ്റൂല. പക്ഷെ എല്ലാവർക്കും ഉറപ്പോടെ പറയാം, ഞാൻ മരിക്കുമെന്ന്. ഒരു ദിവസം എന്റെ മരണവാർത്ത നിങ്ങൾ കേൾക്കുമെന്ന്, എന്റെ ഉമ്മയുടെ മരണവാർത്ത നിങ്ങൾ കേൾക്കുമെന്ന്, എന്റെ സ്വന്തം ഉപ്പയുടെ മരണവാർത്ത നിങ്ങൾ കേൾക്കുമെന്ന്. ഈ മതപ്രഭാഷണം ഇവിടെ സമാപിക്കുമ്പോ എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും തയ്യാറാകേണ്ടതുണ്ട്. മരണവും നമ്മളും തമ്മിലുള്ള ബന്ധം എത്രയാണ്. എത്രയെത്ര പ്രഭാഷണങ്ങളിൽ മരണത്തെ കുറിച്ച് കേട്ടു. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പരിചയപ്പെടുത്തുമ്പോൾ ആദരവായ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ഖലല്ലാഹുൽ അബ്ദ അൻ യമൂത ബിഅർദിൻ ജഅല ലഹു ഇലൈഹാ ഹാജ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എന്റെ സ്വന്തം നാട്ടുകാരെ, എന്റെ കൽപ്പേനി ദ്വീപ് നിവാസികളെ, ഞാനും നിങ്ങളും ഈ കൽപ്പേനിയിൽ ജനിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഞാനോ നിങ്ങളോ ചിന്തിക്കുന്നുണ്ടോ എനിക്ക് ഇവിടെ തന്നെ മരണപ്പെടാൻ കഴിയുമെന്ന്, എന്റെ ഖബർ ഇവിടെ കുഴിക്കപ്പെടുമെന്ന് ഞാനോ നിങ്ങളോ കരുതുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി പറയുകയാണ്, ഇദാ ഖലല്ലാഹുൽ അബ്ദ അൻ യമൂത ബിഅർദിൻ ജഅല ലഹു ഇലൈഹാ ഹാജ. ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിലോകത്തേക്ക് അയക്കുന്നതിന് മുമ്പ് ആലമുൽ അർവാഹിൽ നിന്ന് ആലമുൽ അർഹാമിലൂടെ ആലമുൽ ദുനിയയിലേക്ക് കടന്ന് ആലമുൽ ബർസഖിലേക്ക് പോകാനുള്ളവരാണ് ഞാനും നിങ്ങളും. പരിശുദ്ധമായ ഖുർആൻ ഒരു മനുഷ്യ ജീവിതത്തെ വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ച് തരികയാണ്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ ഒരു മനുഷ്യന്റെ ജീവിതം പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി വരച്ചു കാണിച്ചു തന്നു. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പിതാവിന്റെ മുതുകിലെ
ഒരു ബീജത്തുള്ളി മാത്രമായിരുന്നു ഞാൻ നിങ്ങളും. എന്നിട്ട് ഉമ്മാടെ ഗർഭാശയ ലോകത്തേക്ക്, ആലമുൽ അർഹാം എന്ന ലോകത്തേക്ക് നമ്മെ സന്നിവേശിപ്പിക്കപ്പെട്ടു. എന്നിട്ട് 9 മാസവും ചില്ലറ ദിവസവും അതിൻ്റെ അകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ നടത്തിയിട്ട് ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പറഞ്ഞു വിട്ടു. ആ ഉമ്മാടെ ഉദരത്തിൽ കിടക്കുന്ന 4ാമത്തെ മാസം ഒരു മലക്കിനെ പറഞ്ഞു വിടുന്നുണ്ട് അല്ലാഹ്. എന്നിട്ട് നമ്മുടെ കാര്യങ്ങളെ രേഖപ്പെടുത്താൻ പറയുന്നുണ്ട്. ബികത്ബി റിസ്ഖിഹി വഅജലിഹി വഅമലിഹി ശഖിയ്യുൻ ഔ സഈദ് ശഫീഉനാ റസൂലുള്ളാഹി. ഇവൻ വിജയിയാണോ ഇവൻ പരാജിതനാണോ എന്നൊക്കെ നമ്മുടെ ഉമ്മാടെ ഉദരത്തിൽ നിന്ന് തന്നെ എഴുതി കഴിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, മുത്തായ തങ്ങൾ പഠിപ്പിക്കുന്നത് ഉമ്മാടെ ഉദരം കാണുന്നതിന് മുമ്പ് നീ എവിടെ വച്ചാണ് മരണപ്പെടുക, ഏത് സമയത്താണ് നിന്റെ അന്ത്യം കുറിക്കുക, ഏത് സമയത്ത് ഏത് വാക്ക് പറഞ്ഞുകൊണ്ട് എങ്ങനെയായിരിക്കും എന്റെയും നിങ്ങളുടെയും മരണമെന്ന് അല്ലാഹു രേഖപ്പെടുത്തി കഴിഞ്ഞു. സഹോദരാ, ഈ വാഴ്ച പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മരണത്തീയതി അല്ലാഹു കുറിച്ചു വെച്ചിട്ടുണ്ട്. ഉമ്മാ, ആചരെടുത്തു കഴിഞ്ഞാൽ അല്ലാഹു കണക്കാക്കിയ ആയുസ് പുസ്തകത്തിന്റെ പേജ് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല സഹോദരാ. അവിടുന്ന് ഒഴിഞ്ഞു മാറാൻ, ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരുവിധ പഴുതുമില്ല മോനെ. കെട്ടിയടക്കപ്പെട്ട കോട്ടക്കുള്ളിൽ ഒളിച്ചിരുന്നാലോ അബ്ദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് ആ സമയമെത്തുമ്പോൾ റൂഹിനെ പിടിച്ചു പറന്നു പോകും. അതിന് അധികാരം തടസ്സമല്ല, അതിന് സമ്പത്ത് തടസ്സമല്ല. എല്ലാവരും മരണത്തെ രുചിച്ചറിഞ്ഞേ മതിയാകൂ. അജലടുത്ത് മലക്ക് അസ്റായീൽ അണവാകും, തടിയിലെ റൂഹെടുത്ത് പറന്നു പോകും, പറന്നു പോകും. മേലെ മാനമുട്ടും മണിമാണിക പണിതൊരുക്കി ചേരിൽ നമ്മളിന്ന് സന്തോഷത്താലെ അല്ല നാളെ പോയി കിടക്കും. ഖബർ ചിന്തയുദിക്കുമ്പോൾ ആകെ തളരുന്നു ജല്ല ജലാലേ, ജല്ല ജലാലേ. റബ്ബേ, ഈ ജീവിതം ഓരോളം പോലെ മിന്നുന്നു, രോഗങ്ങൾ കൂട്ടം കെട്ടി വന്നിട്ടെന്തോ ചൊല്ലുന്നു. രാവും പകലും ചേർന്നിട്ടായു സീത തിന്നുന്നു. ഏതൊരു നേരത്തും മരണം പാറി വരും. ഏകയിലാഹിന്റെ അരികിൽ നാം ചേരും. അജലടുത്ത് മലക്ക് അസ്റായീൽ അണവാകും, തടിയിലെ റൂഹെടുത്ത് പറന്നു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ട സമയമെത്തി കഴിഞ്ഞാൽ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളെ പ്രാപിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. ഇന്നത്വബീബ ലഹു ഇൽമുൻ വമഅരിഫതു മാദാമ ഫീ അജലിൽ ഇൻസാനി തൽഖീറു ഹത്താ ഇദാ മൻ ഖദാ അയ്യാമു മുഹ്ലതിഹി ഹറത് തബീബു വഖാനതുൽ അഖാഖീറു. അസ്റായീൽ നമ്മളെ പ്രാപിച്ചു കഴിഞ്ഞാൽ, മരണത്തിന്റെ സമയം നിന്നിലേക്ക് അടുത്തു കഴിഞ്ഞാൽ, എത്ര രോഗികളെ മരണമുഖത്ത് നിന്നും ജീവിതത്തിന്റെ ശാശ്വത തീരത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഏത് വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ വെച്ച് മരിക്കലാണ് അല്ലാഹുവിന്റെ തീരുമാനമെങ്കിൽ ആ ഡോക്ടർ അവിടെ പരാജയപ്പെടും സഹോദരാ. ആ ഹോസ്പിറ്റൽ നമ്മെ കൈയൊഴിയും സഹോദരാ. മരുന്നുകൾ നമ്മളെ ചതിക്കും യുവാവേ. ഒരു വയസ്സായ ആളോടും അസ്റായീൽ കരുണ കാണിക്കൂല, ഒരു വയസ്സായ ആളോടും അസ്റായീൽ ബഹുമാനം കാണിക്കൂല, ചെറിയ മക്കളോടും അസ്റായീൽ കരുണ കാണിക്കൂല, ഒരു വാതിലിലും അസ്റായീൽ വന്ന് മുട്ടൂല. പ്രിയമുള്ളവരെ, അതെ, അതുകൊണ്ട് എന്നും മരണത്തെ ഓർത്തുകൊണ്ട് ജീവിച്ചോ. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോകാനുള്ളവരാണ് എന്ന ബോധത്തോടെ ജീവിക്കണം പ്രിയമുള്ളവരെ.
മരണത്തെ ഓർത്തുകൊണ്ട് എത്ര എത്ര മഹത്തുക്കളാണ്, നമ്മളെക്കാൾ യോഗ്യത നേടിയ ആളുകളാണ് ഈ അവസാന സമയത്തെ ഓർത്തുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു പോയത്. പ്രിയമുള്ളവരെ, എപ്പോഴും മരിക്കണമല്ലോ അല്ലാ എന്ന ചിന്തയിൽ ജീവിച്ച ആളുകൾ. കേട്ടോ, മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ കർമ്മലോകത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത അനിഷേധ്യനായ ഇമാമുന ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ വേളയിൽ ഇങ്ങനെ കിടക്കെ. മുസ്ലിമാടക്കമുള്ള വലിയ വലിയ ശിഷ്യന്മാരെടുത്തുണ്ട്. അവിടെ വന്നുകൊണ്ട് വഫാത്തിന്റെ കിടക്കയിൽ കിടക്കുന്ന തങ്ങളുടെ അഭിമന്യനായ ഗുരുനാഥൻ, ലോകത്തിന്റെ കർമ്മശാസ്ത്ര പണ്ഡിതൻ മഹാനായ ഇമാമുന ശാഫിഈ തങ്ങളോട് മുസ്ലിമാം അടക്കമുള്ള ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഈ വേർപാടിന്റെ നേരത്ത്, ഈ ലോകത്തോട് വിട പറയാൻ അങ്ങ് ഒരുങ്ങി കിടക്കുന്ന നേരത്ത് എന്താണ് ഞങ്ങളോട് അങ്ങേക്ക് പറയാനുള്ളത്? ഈ സമയത്തെ കുറിച്ച് എന്താണ് അങ്ങേക്ക് ഞങ്ങളോട് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോ അടക്കമുള്ള പ്രമുഖരായ ശിഷ്യന്മാരോട് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞ വാക്കെന്തെന്നറിയോ? അസ്ബഹ്തു മിനദ് ദുനിയാ റാഹിലാ വലിയഖ്വാനി മുഫാരിഖാ വലികൽസിൽ മനിയതി ശാരിബാ ولسوء أعمالي ملاقيا وعلى الله تعالى والدا ولا أدري روحي تسير إلى الجنة أم من النار ثم جعل يبكي. ഇതും പറഞ്ഞുകൊണ്ട് ഇമാമുന ശാഫിഈ തങ്ങള് മരണക്കിടക്കയിൽ കിടന്ന് തേങ്ങി തേങ്ങി കരയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ ഇമാമ് പറഞ്ഞ അവസാനത്തെ വാക്കെന്തെന്നറിയോ? ഈ വേർപാടിന്റെ നേരത്തെ എനിക്ക് വേറെയൊന്നും പറയാനില്ല മക്കളെ. അസ്ബഹ്തു മിനദ് ദുനിയാ റാഹിലാ, ഈ ദുനിയാവിൽ നിന്ന് നിങ്ങളെല്ലാം വിട്ടുകൊണ്ട് ഞാൻ പോവുകയാണ്. ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ലോകത്തേക്ക് ഞാൻ പോവുകയാണ് മക്കളെ. എന്റെ സഹോദരങ്ങളോട് ഞാൻ യാത്ര പറയുകയാണ്, നിങ്ങളെ ഞാൻ ഒഴിവാക്കുകയാണ്. ഒരു മരണത്തിന്റെ ആ കൈപ്പുള്ള ചഷകം, ആ വേദനയുടെ ചഷകം, ആ കഷായം ഞാൻ മോന്തി കുടിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു മക്കളെ. ഒരു എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾക്കുള്ള പ്രതിഫലത്തെ കണ്ടുമുട്ടാനുള്ള നേരം ഈ ഷാഫിക്കായിരിക്കുന്നു മക്കളെ. അതുകൊണ്ട് വലാതിരി, എനിക്കറിയൂല മക്കളെ. പഠിപ്പിക്കുകയാണ്. നേരെ തിരിച്ചും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വൈന ഖത്തഖതീതൽ ബക്രിൽ മഖ്ലൂബ് വഖമിദ ലൗനുഹു വഅദ്ബല ശതഖ. ആ വാക്ക് പോലും, ആ ഭാഷ പോലും, ആ പ്രയോഗം പോലും അത്രയും കഠിനമാണ്. മറ്റു മൂന്ന് അടയാളങ്ങളാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ വൈന ഖത്തഖതീതൽ ബക്രിൽ മഖ്ലൂബ്, അറബുശാലയിൽ ഒരു മൃഗത്തെ അറക്കുന്ന നേരത്ത് അതിന്റെ കഴുത്ത് മുറിഞ്ഞ് ചോര ചീറ്റിത്തെറിക്കുമ്പോൾ അത് എപ്രകാരം അലമുറയിടുമോ, എപ്രകാരം കിടന്ന് പിടപിടക്കുമോ, അതുപോലെ മരണക്കിടക്കയിൽ കിടന്ന് ആരെങ്കിലും പിടപിടക്കുന്നത് കണ്ടാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നിറമെല്ലാം മാറി വികൃതമായ നിറം വരുന്നത് കണ്ടാൽ നുരയും പതയും ഒക്കെ വായിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ അപസ്മാര രോഗികൾക്കുണ്ടാകും. അതല്ല, മരണനേരത്ത് മാത്രം നുരയും പതയും ഒക്കെ പുറത്തു വരുന്നതായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ സൽമാൻ അല്ലാഹുവിന്റെ അസാബ് കൊണ്ട് അവൻ പിടപിടക്കെ മരണത്തിന്റെ വേദന താങ്ങാൻ കഴിയാതെ അല്ലാഹുവിന്റെ ശിക്ഷയിൽ അവൻ അമർന്നു പോയിരിക്കെ, അതാണ് ആ മരണത്തിൽ
ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നത് എന്ന് ആദരവായ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമുക്കും മരിക്കണ്ടേ പ്രിയമുള്ളവരെ? അസ്റായിലിനെ കാണണ്ടേ? മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ രണ്ടാമത്തെ ദിവസം ചർച്ച ചെയ്ത പ്രവാചകൻ, ഖുർആൻ പഠിപ്പിച്ചു തന്ന ഉത്തമ മാതൃകകളിൽ ഉസ്വത്തുൽ ഹസനകളിൽ ഒരാളായി നമ്മൾ ചർച്ച ചെയ്ത സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ധൈര്യത്തിന്റെ പര്യായമാണ്, ചങ്കൂറ്റത്തിന്റെ ആൾരൂപമാണ്. നിങ്ങൾ അന്നത്തെ ചരിത്രത്തിൽ കേട്ടില്ലേ? അമ്പുമ്പിലേക്ക് കയറ്റിയിരുത്തിയിട്ട് നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചുവിടാൻ നേരത്തെ എന്താ പറഞ്ഞത്? അള്ളാഹുവിനോട് ഒന്ന് രക്ഷപ്പെടുത്താൻ ദുആ ചെയ്തുകൂടെ ഇബ്രാഹിം എന്ന് ചോദിച്ചപ്പോ, വേണ്ട, എന്റെ അള്ളാഹുടെ തൃപ്തി ആ തീക്കുണ്ടാരത്തിൽ വീണിട്ട് കരിഞ്ഞവരുന്നതാണെങ്കിൽ അത് സംഭവിക്കട്ടെ, ഞാൻ രക്ഷപ്പെടലാണ് എന്റെ അള്ളാഹുവിന്റെ തൃപ്തിയെങ്കിൽ അത് നടക്കട്ടെ, എന്താണോ എന്റെ റബ്ബിന്റെ തൃപ്തി അത് ഇവിടെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ ധൈര്യശാലിയായ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അസ്റായിലിനോട് പറഞ്ഞു, അസ്റായിലേ, നീ കാഫിരീങ്ങളുടെ റൂഹ് പിടിക്കുന്ന രൂപം എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് അസ്റായിലിനോട് ചോദിച്ചു. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം അബൂ ഹമീദ് അൽ ഗസാലി തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തരികയാ. ഇബ്രാഹിം നബിയോട് അസ്റായിൽ പറഞ്ഞു, ലാ തുതീഖു ബിദാലിക, പ്രിയപ്പെട്ട ഇബ്രാഹിം നബിയെ, അത് കാണാൻ അങ്ങേ കൊണ്ട് കഴിയില്ല ഇബ്രാഹിം നബിയെ, അതുകൊണ്ട് അതെന്നോട് ആവശ്യപ്പെടുന്നു. ഇബ്രാഹിം നബി പറഞ്ഞു, കാണിക്കതിനായില്ലേ, പാപികളായ അധർമ്മകാരികളായ ആളുകളുടെ റൂഹ് പിടിക്കുന്ന കോലം ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോ, പ്രവാചകനല്ലേ, ഇനി കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഉടനെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മഹാനായ അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എങ്കിൽ നബിയെ, ആയതുയാ ഇബ്രാഹിം, നിങ്ങളൊന്ന് തിരിഞ്ഞു നിൽക്കുക, ഞാൻ രൂപമാറ്റം നടത്തട്ടെ. അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നിന്നു. എന്തോ കാണാൻ പാടില്ലാത്ത രൂപമാറ്റങ്ങളായിരിക്കാം. മഹാനായ അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ രൂപമാറ്റമൊക്കെ നടത്തിയതിന് ശേഷം അവിടെ നിന്ന് വിളിക്കുകയാണ്, യാ ഇബ്രാഹിം, ഇനിയൊന്ന് തിരിഞ്ഞു നോക്കുക ഇബ്രാഹിം നബിയെ. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പാപികളുടെ റൂഹ് പിടിക്കുന്ന അസ്റായിലിന്റെ കോലത്തിലേക്ക് നോക്കിയ സംഭവം മഹാനായ ഗസാലി ഇമാം തന്നെ വിവരിച്ചു തരികയാണ്. ആ നേരത്തെ കണ്ടതെന്തെന്നറിയോ? തന്റെ ജീവിതത്തിൽ തന്റെ കണ്ണുകൊണ്ട് ഇതേവരെ കാണാത്ത തരത്തിലുള്ള ഒരു കറുത്തിരുണ്ട രൂപം, അങ്ങനത്തെ ഒരു കറുപ്പ് ഇബ്രാഹിം നബി കണ്ടിട്ടില്ല. അത്രക്കും ഭീകരമായ കറുത്തിരുണ്ട ഒരു രൂപം തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നു. ആകാശത്തിന്റെ നീലിമയിലേക്ക് ഈ കറുത്തിരുണ്ട രൂപമുണ്ടല്ലോ, ഈ രൂപത്തിന്റെ തലയങ്ങ് ഉലസി നിൽക്കുന്നു. ആ മുടികൾ മുഴുവനും, ആ പ്രപഞ്ചം മുഴുവനും വ്യാപിക്കുന്ന തരത്തിൽ ആ മലക്ക് വീശി പിടിക്കുന്നു. അതേ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ കണ്ണിന്റെ ദ്വാരങ്ങളിലൂടെ, മൂക്കിലൂടെ, വായിലൂടെ ഈ ഭൂമി മുഴുവനും ഭസ്മീകരിച്ച് കളയുന്ന തരത്തിൽ, ഈ ഭൂമി മുഴുവനും കത്തിച്ചാമ്പലാക്കി കളയുന്ന തരത്തിലുള്ള തീ തുപ്പുന്നു. ഇത് കണ്ടു നിൽക്കാൻ ധൈര്യത്തിന്റെ വിശ്വരൂപമായ മഹാനായ ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞില്ല സഹോദര. ഇബ്രാഹിം നബി ബോധരഹിതനായി വീണു. ഉടനെ അസ്റായിൽ തന്റെ പഴയ രൂപം പ്രാപിച്ചിട്ട് ഇബ്രാഹിം നബിയെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എന്തിനാ അസ്റായിലെ നാളെ ഈ പാപികൾക്ക് നരകം? എന്തിനാ അസ്റായിലെ ഇവർക്ക് ഖബറിൽ ശിക്ഷ? എന്തിനാ അസ്റായിലെ ഇവരെ നാളെ മഹ്ശറയിൽ അല്ലാഹു എരിച്ചു പൊരിക്കുന്നത്? നിന്റെ ഈ രൂപം തന്നെ മതിയടോ അവർ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും പ്രായശ്ചിത്തമായിട്ട്, അവർ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കുമുള്ള പ്രതിഫലമായിട്ട്, ശിക്ഷയായിട്ട് നിന്റെ ഈ രൂപം തന്നെ കണ്ടാൽ മതി എന്ന് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു പോയെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ രൂപത്തിലാണ് നമ്മുടെ ആരുടെയെങ്കിലും റൂഹ് പിടിക്കാൻ വരുന്നതെങ്കിൽ ധൈര്യത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ നമുക്ക് കഴിയുമോ സഹോദര? കഴിയുമോ? എന്തായാലും അസ്റായിലിനെ കണ്ടേ മതിയാകൂ. ഒരു
വേദന സഹിച്ചേ മതിയാകൂ. സമയം ദീർഘമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും വേദന കുറഞ്ഞ് ഏറ്റവും നേർമയായ റൂഹ് പിടിച്ചതാര്, അവരുടെ വേദന എത്രത്തോളമായിരുന്നു എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ലോകത്ത് ഏറ്റവും വേദന കുറഞ്ഞ തരത്തിൽ റൂഹ് പിടിച്ചത് ആദരവായ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹാണ് ഏറ്റവും നേർമയായ തരത്തിൽ പിടിച്ചത്. റസൂലുള്ളാഹിയുടെ വഫാത്ത് വെച്ചിട്ട് നമുക്ക് വിലയിരുത്താം മരണത്തിന്റെ വേദനയുടെ കാഠിന്യം എത്രയാണ്. റസൂൽ സഹിച്ച വേദന എത്രയായിരുന്നു, അപ്പോൾ നമ്മൾ സഹിക്കേണ്ട വേദന എത്രയായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചോ, ജീവിതം സംശുദ്ധമാക്കിക്കോ. നേരത്തെ പറഞ്ഞതുപോലെ എന്തായാലും ഒരു വേദന സഹിച്ചേ മതിയാകൂ. അക്രമത്തിലൂടെയും തിന്മയിലൂടെയും ആ വേദനയുടെ ആക്കം കൂട്ടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. എപ്പോൾ മരിച്ചാലും ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് തരണേ തമ്പുരാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഫാത്തിന്റെ രോഗം വരുന്നത് സഫർ മാസത്തെ അവസാനത്തെ ബുധനാഴ്ചയാണ്. തലവേദനയും പനിയുമായിരുന്നു റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ രോഗം. സഫർ മാസത്തെ അവസാനത്തെ ബുധനാഴ്ച വഫാത്തിന്റെ രോഗം റസൂലുള്ളാഹിക്ക് തുടങ്ങി. റബീഉൽ അവ്വൽ കടന്നു വന്നു. 1 കഴിഞ്ഞു 2 കഴിഞ്ഞു. റസൂലുള്ളാഹിയുടെ തലവേദനയും പനിയും കൂടി വന്നു. മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഒരു തുണി ഒരു ശീല എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ നെറ്റിയിലേക്ക് ഞാനൊന്ന് വെച്ചു കൊടുത്തു. ആ തുണി അതേ സമയം തന്നെ ഉണങ്ങി കിട്ടിയെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുമ്പോൾ അത്രമാത്രം ചൂടായിരുന്നു റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ നേരത്ത്, വഫാത്തിന്റെ രോഗത്തിലൂടെ റസൂലുള്ളാഹിക്ക് സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ റബീഉൽ അവ്വൽ 9-10 ആയപ്പോൾ തീരെ സഹിക്കാൻ പറ്റാത്ത പനിയാണ്. തന്റെ ബാക്കിയുള്ള ഭാര്യമാരോടൊക്കെ പൊരുത്തം വാങ്ങിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവിയുടെ വീട്ടിൽ വന്നുകൊണ്ട് റസൂൽ കിടക്കുകയാണ്. ഒരുപാട് സന്ദർശകർ വരുന്നുണ്ട്. മലായികത്തുകൾ വരെ റസൂലുള്ളാഹിയെ വന്ന് സന്ദർശിച്ച് തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ റബീഉൽ അവ്വൽ 12ന്റെ സുദിനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത പനിയും തലവേദനയും ശക്തമായിരിക്കുമ്പോൾ വാതിലിൽ വന്നുകൊണ്ട് ആരോ മുട്ടുകയാണ്. റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമത്തു സഹറ ബത്തൂൽ റളിയല്ലാഹു അൻഹ ചെന്നുകൊണ്ട് വാതിൽ തുറന്നു എന്നിട്ട് പറഞ്ഞു, എന്റെ വാപ്പായെ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റൂല, തീരെ സുഖമില്ലാതെ കിടക്കുകയാണ്, ഒരൽപ്പം സുഖം പ്രാപിച്ചിട്ട് നിങ്ങൾ വന്ന് കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ തിരിച്ചയച്ചു. പക്ഷേ വന്ന വ്യക്തി തിരിച്ചു പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്താണ് കണ്ണു തുറന്നത്. മുത്തായ തങ്ങൾ ചോദിച്ചു, മമ്പിൻ ബാബിയ ഫാത്തിമ, ആരാണ് മോളെ ഫാത്തിമ നമ്മുടെ വീടിന്റെ വാതിലിൽ മുട്ടിയത് എന്ന് ചോദിച്ചപ്പോ, ആരാണ് പുറത്തു നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മഹദിയായ ഫാത്തിമ ബീവി പറഞ്ഞു, അതൊരു സന്ദർശകനാണ് വാപ്പ. അദ്ദേഹത്തോട് ഞാൻ പോകാൻ പറഞ്ഞു, വാപ്പായെ ഇപ്പൊ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പോകുന്നില്ല. അദ്ദേഹം എന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നോട്ടം എന്റെ ശരീരത്തിലെ എന്റെ എല്ലിൽ നിന്ന് എന്റെ തൊലി ഉരിഞ്ഞു മാറുന്നത് പോലെ, എന്റെ മാംസം ഉരിഞ്ഞു മാറുന്നത് പോലത്തെ വേദന അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടു എന്ന് ഫാത്തിമത്തു സഹറ ബത്തൂൽ റളിയല്ലാഹു അൻഹ പറയുമ്പോ ആദരവായ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പൊന്നുമോളെ ഫാത്തിമ, ഹാദാ ഹാദിമുൽ ലദ്ദാത്ത് വമുഫദ്ദിഖുൽ ജമാഅത്ത് വമുയത്തിമുൽ ബനീന വൽ ബനാത്ത് ഫഫ്തഹി ലഹുൽ ബാബ്. പൊന്നുമോളെ ഫാത്തിമ, ആ വന്നത് അസ്റായിലാണ് മോളെ, അത് സന്ദർശകനല്ല പൊന്നുമോളെ ഫാത്തിമ. അതുകൊണ്ട് ഫഫ്തഹി ലഹുൽ ബാബ്, വാതിൽ തുറന്നു കൊടുക്കണേ മോളെ ഫാത്തിമ എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ വാപ്പാടെ റൂഹ് പിടിക്കാൻ അസ്റായിൽ വന്നു എന്ന് കേട്ടപ്പോ ആ പൊന്നുമോളുടെ ഹൃദയം പൊട്ടിയില്ലേ. എല്ലാമെല്ലാമായ തന്റെ പ്രിയപ്പെട്ട വാപ്പാടെ റൂഹ് എടുക്കാൻ അസ്റായിൽ വന്നു എന്ന വാർത്ത കേട്ടപ്പോ അസ്റായിലിന് വാതിൽ തുറന്നു കൊടുക്കാൻ റസൂലുള്ളാഹി പറഞ്ഞപ്പോ ഫാത്തിമ ബീവി വിങ്ങിപ്പൊട്ടുന്നു. ആ പ്രിയപ്പെട്ട പൊന്നുമോൾ വാതിൽ തുറന്നു കൊടുക്കുന്നു. സയ്യിദുനാ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ പരിശുദ്ധമായ വീട്ടിലേക്ക്
റൂഹിലേക്ക് ഒരു സലാം പറയുന്നു. അസ്സലാമു അലൈക്കും അഹ്ലൻ നുബുവ്വതി വൽറിസാലതി വൽജാഹ്. നബി തങ്ങൾ സലാം അടക്കി അസ്രായിലിനോട് ചോദിച്ചു, അസ്രായിലേ, വന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഒരുപാട് മലക്കുകൾ ഞാൻ രോഗശൈലിയിൽ കിടന്നപ്പോ സന്ദർശനത്തിന് വേണ്ടി വന്നു. നിന്റെ വരവിന്റെ ഉദ്ദേശം എന്താണ്? എന്റെ റൂഹ് പിടിക്കാനോ അതോ സന്ദർശിച്ചിട്ട് മടങ്ങാനോ? അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ലോകത്തൊരാളെ സന്ദർശിക്കാൻ വേണ്ടി ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹിയുടെ കാര്യത്തിൽ അല്ലാഹു എനിക്ക് തന്നത് മറ്റൊരു തീരുമാനമാണ്. ഇതിനു മുമ്പും എനിക്ക് അങ്ങനെ ഒരു തീരുമാനം തന്നിട്ടില്ല, ഇതിന് ശേഷവും എനിക്ക് അങ്ങനെ ഒരു തീരുമാനം ഇനി തരികയുമില്ല. അങ്ങ് പറയുന്നത് പോലെ ചെയ്യാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങ് റൂഹിനെ പിടിക്കാൻ പറഞ്ഞാൽ ഞാൻ റൂഹ് പിടിക്കും, അതല്ല അങ്ങ് തിരിച്ചു പോകാൻ പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, അപ്പോൾ ഞാൻ തിരിച്ചു പോകാൻ പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോകുമല്ലേ അസ്രായിൽ? അതെ, ഞാൻ തിരിച്ചു പോകും. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അങ്ങനെ തിരിച്ചു പോയാൽ പിന്നെ എനിക്ക് എത്ര കാലം ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ച അത്രയും കാലം അങ്ങേക്ക് ഈ ദുനിയാവിൽ ജീവിക്കാം. അതായത് 63 കഴിഞ്ഞിട്ട് വീണ്ടും 900 ചില്ലറ വർഷം, 1000 ചില്ലറ വർഷം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചു. 66 കഴിച്ചിട്ട് ഇനിയും 900 ചില്ലറ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിക്കാം എന്ന് അസ്രായിൽ പറയുമ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ആ സമയവും കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ സമയവും അവസാനിച്ചാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ പിന്നെ ഒരു ഓപ്ഷനും ഇല്ല നബിയെ, അല്ലാഹുവിനെ കണ്ടുമുട്ടിയേ മതിയാകൂ എന്ന് അസ്രായിൽ പറയുമ്പോ ആദരവായ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ലോകത്തിന്റെ നേതാവ് അവിടുന്ന് വിളിച്ചു പറയുകയാ, അല്ലാഹു എനിക്ക് അനുവദിച്ചു തന്നതിനപ്പുറം ഒരു സെക്കൻഡ് സമയം എനിക്ക് വേണ്ട അസ്രായീൽ, അതുകൊണ്ട് എന്റെ റൂഹിനെ പിടിക്കണേ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മുത്തായ തങ്ങൾ റൂഹ് പിടിക്കാനുള്ള അനുവാദം അങ്ങ് കൊടുത്തപ്പോ അക്ഷരാർത്ഥത്തിൽ മദീന വിങ്ങിയില്ലേ. ഇതുവരെ എല്ലാം സഹിച്ച് ക്ഷമിച്ച് കൂടെയുന്ന പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ അദൃശ്യമായ എല്ലാ ചങ്ങലകളെയും പൊട്ടിച്ചുകൊണ്ട് അവിടുന്ന് തേങ്ങി തേങ്ങി കരയുന്നു. അതേ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളുടെ റൂഹ് പിടിച്ച് പിടിച്ച് മഹദിയായ ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുകയാ, വലമ്മാ വസലത് ഇലാ റുക്ബതൈഹി, മുത്തായ നബി തങ്ങളുടെ മുട്ടുംകാല വരെ റൂഹെത്തിയ നേരം അല്ലാഹുവിന്റെ റസൂൽ ആ മരണക്കിടക്കയിൽ, ആ വഫാത്തിന്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറയുകയാ, വഅന്ന മറദ്ദനാ ഇലല്ലാഹ്. വിശദീകരിക്കാൻ സമയമില്ല പ്രിയമുള്ളവരെ. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും റൂഹ് പിടിക്കുകയാ, വലമ്മാ വസലത് ഇലാ സുഖതിഹി, നബി തങ്ങളുടെ ഊരവരെ, നബി തങ്ങളുടെ നെടുഭാഗം വരെ റൂഹെത്തിയപ്പോ അവിടുന്ന് വീണ്ടും വിളിച്ചു പറയുന്നു, ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹ്. വീണ്ടും റൂഹ് പിടിക്കുകയാ, വലമ്മാ വസലത് ഇലാ സ്വദ്രിഹി, ലോകത്തിന്റെ നേതാവിന്റെ നെഞ്ച് വരെ റൂഹെത്തിയ നേരത്ത് അവിടുന്ന് വിളിച്ചു പറയുന്നു, ഇന്നാ ലില്ലാഹ് ഇന്നാ ലില്ലാഹ്. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് നോക്കി നോക്കി റൂഹ് പിടിച്ച്, വലമ്മാ വസലത് ഹുൽഖൂമിഹി, മുത്തായ നബി തങ്ങളുടെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തിയ നേരത്ത് ഒരൽപ്പം പ്രയാസപ്പെട്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിളിച്ചു പറയുകയാണ്, ഖഫിദ് യാ അസ്രായീൽ, ഒന്ന് മയത്തിൽ പിടിക്കണോ അസ്രായീലേ, ഇതെന്തൊരു വേദനയാ, താങ്ങാൻ
പറ്റുന്നില്ല അസ്റായീൽ. പൊന്നുമോള് ഫാത്തിമ അവിടുന്ന് വിങ്ങുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വാ കർബാ, ഇതെന്തൊരു വേദനയാ അസ്റായീലേ എന്ന് പറയുന്ന നേരത്ത് പൊന്നുമോള് ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഉപ്പായെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, വാ കർബാ ലികർബികൽ യൗമ യാ അബാ. എന്റെ വാപ്പാടെ വേദന കണ്ടിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല വാപ്പാ. ഒരു പൊന്നുമോളുടെ വിലാപമാ. പൊന്നുമോള് ഫാത്തിമ ബീവി വാപ്പയായ റസൂലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, വാപ്പാ, വാപ്പാടെ വേദന കണ്ടിട്ട് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോ ഹസൻ ഹുസൈൻ എന്ന ചെറിയ മക്കളോടി വന്നുകൊണ്ട് പറഞ്ഞു, വാ കർബാ ലികർബികൽ യൗമ യാ ജദ്ദാ. ഞങ്ങളുടെ വല്യുപ്പാടെ വേദന കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല വല്യുപ്പ എന്ന് നബി തങ്ങളോട് പറയുമ്പോ മുത്തായ നബി തങ്ങൾ അവിടുന്ന് അവരെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് അവിടുന്ന് സമാധാനപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ലാ കർബഅല അബീകി ബഅദൽ യൗം. ഈ ഒരു ദിവസത്തെ വേദനയ്ക്ക് ശേഷം ഇനിയൊരു വേദന ഈ വാപ്പാക്കില്ല മോളെ. അതുകൊണ്ട് കരയേണ്ട മോളോ, കരയേണ്ട മോളെ ഫാത്തിമ എന്ന് മുത്തായ തങ്ങളെ സാന്ത്വനിപ്പിച്ചു. അതേ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ റൂഹ് പിടിച്ചുകൊണ്ട് അതാ ജീവിതത്തിൽ ഒരിക്കലും അടിച്ചു വീശാത്ത സുഗന്ധം അവിടെ അടിച്ചു വീശുന്നു. മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മുഖകമലം എന്നെന്നുമില്ലാത്ത തരത്തിൽ പ്രകാശിക്കുന്നു. അവിടുന്ന് വലതുവശത്തേക്ക് ചരിയുന്നു. എന്നിട്ട് ആ പരിശുദ്ധമായ ലോകത്തിന്റെ നേതാവിന്റെ അവസാനത്തെ വാക്ക് അർറഫീഖൽ അഅ്ലാ, അർറഫീഖൽ അഅ്ലാ, അർറഫീഖൽ അഅ്ലാ. എന്റെ ഉന്നതനായ കൂട്ടുകാരന്റെ അടുക്കലേക്ക് ഞാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ഉമ്മ, ആ മഹിതമായ അവസാനത്തെ വാക്കു ചരിച്ചുകൊണ്ട് എന്റെയും നിങ്ങളുടെയും റൂഹിയായ ഉപ്പ ഈ ലോകത്ത് നിന്ന് പോയേ ഉമ്മ, ഈ ലോകത്ത് നിന്ന് പോയേ സഹോദര. റസൂലുള്ളാഹി വഫാത്തായി എന്ന് കേട്ടപ്പോ അതേ മദീന കലഞ്ഞു. മലക്കുകൾ സുജൂദിൽ വീണുകൊണ്ട് അവരുടെ സങ്കടം രേഖപ്പെടുത്തുന്നു. സഹാബത്ത് വിതുമ്പുന്നു. എന്റെ റസൂലുള്ളാഹ്, എന്റെ റസൂലുള്ളാഹ് അങ്ങ് പോയോ നബിയേ. അതാ കടന്നു വരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. 61 വർഷക്കാലത്തോളം ചങ്കായി കരളായി കൂടെ നടന്ന സിദ്ദീഖ് വഫാത്തിന്റെ നേരത്തെ അവസാന സമയം കാണാൻ സിദ്ദീഖ് തങ്ങൾ അവിടെയില്ല. റസൂലുള്ളാഹി വഫാത്തായ എന്ന വാർത്ത കേൾക്കുമ്പോ സിദ്ദീഖിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഉമർ തങ്ങളൊക്കെ പിന്നീട് വന്നതാ പ്രിയമുള്ളവരെ. ചെറുപ്പം തൊട്ട് ഓടി നടന്നതാ സിദ്ദീഖ് തങ്ങളും നബി തങ്ങളും. എത്ര സമയത്ത് അവർ ഒരുപാട് കഥ പറഞ്ഞിട്ടുണ്ടാകും. ഏത് പ്രയാസത്തിലും ഹിജ്റയുടെ നേരത്തും ഖാറസൂറിലും നബി തങ്ങൾക്ക് കൂട്ടായുള്ളത് സിദ്ദീഖാണ്. ആ സിദ്ദീഖാണ് ഈ വാർത്ത കേൾക്കുന്നത്. തന്റെ എല്ലാമായ ഹബീബ് പോയി എന്ന വാർത്ത സിദ്ദീഖ് തങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും പ്രിയമുള്ളവരെ? അതേ സിദ്ദീഖ് തങ്ങളെ കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ വെള്ളത്തുണി കൊണ്ട് മൂടപ്പെട്ട ശരീരത്തിൽ നിന്നും ആ വെള്ളത്തുണി എടുത്തു മാറ്റിയിട്ട് ആ പരിശുദ്ധമായ മുഖത്തേക്ക് ചുംബിക്കുന്നു. അവസാനത്തെ ചുംബനം സിദ്ദീഖ് തങ്ങൾ അവിടെ നിന്ന് ചുംബിക്കുകയാണ്. സുമ്മ ഖബ്ബലഹു വബകാ. ആ നെറ്റിത്തടത്തേക്ക് ചുംബിച്ചിട്ട് സിദ്ദീഖ് തങ്ങൾ തേങ്ങി തേങ്ങി കരയുന്നു. രണ്ട് കണ്ണും നിറഞ്ഞൊഴുകുകയാണ്. പ്രിയപ്പെട്ട നബിയേ, അവസാനമായി ഒരു വാക്ക് പോലും പറയാതെ ഈ സിദ്ദീഖിനെ അനാഥമാക്കിയിട്ട് അങ്ങ് പോയല്ലോ നബിയേ. മാ തുയബക ഹയ്യാ
എന്റെ ഹബീബായ നബിയേ, അങ്ങ് ജീവിച്ചിരുന്നപ്പോ സുഗന്ധമായിരുന്ന നബിയെ, അങ്ങ് വഫാത്തായപ്പോഴും എന്തൊരു സുഗന്ധമായ നബിയെ. ഇതും പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ കരയുന്നു. വല്ലാഹി ലാ തമൂതു ബഅദഹാ അബദാ. നബിയെ, അങ്ങേക്ക് ഈ ഒരു മരണത്തിന് ശേഷം ഇനിയൊരു മരണമില്ല നബിയെ. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ തമൂതു ബഅദഹാ അബദാ. നബിയെ, അങ്ങേക്ക് ഇനിയൊരു മരണമില്ല, എല്ലാവർക്കും ഒരു മരണമേ ഉള്ളൂ. എന്തായിരിക്കും മഹാനായ സിദ്ദീഖ് തങ്ങൾ ആ സമയത്ത് പറഞ്ഞ ഈ വാക്കിന്റെ അർത്ഥം? നബി തങ്ങളുടെ ഓർമ്മകൾ ഒരിക്കലും മരിക്കാതെ 1400 സംവത്സരങ്ങൾക്ക് ശേഷവും ആ മുത്തായ നബി തങ്ങളെ ഓർത്തുകൊണ്ട്, ആ മുത്തായ നബി തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയില്ലേ പ്രിയമുള്ളവരെ? അതാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, നബിയെ, അങ്ങേക്ക് ഇനി മരണമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങൾ ബഹളം വെക്കുന്നുണ്ട്, ഊരിപ്പിടിച്ച വാളുമായിട്ട്. എന്റെ ഹബീബ് മരിച്ചിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയതുപോലെ എന്റെ നബി തങ്ങൾ പോയതാണ്. എന്റെ നബി തങ്ങൾ മരിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ വാൾ കൊണ്ട് അവന്റെ കഴുത്ത് ഞാൻ വെട്ടിമാറ്റുമെന്ന് പ്രേമം അപങ്കുരമായിട്ട് മഹാനായ ഉമർ തങ്ങൾ വിളിച്ചു പറയുമ്പോ, ആരാ പ്രിയമുള്ളവരെ? ഉമർ തങ്ങൾ ഇതേ കൈ കൊണ്ട് ഊരിപ്പിടിച്ച വാളുമായി മുഹമ്മദിന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് ഓടിപ്പോയ ഉമർ തങ്ങൾ അവിടെ നിന്ന് വിതുമ്പി ആ ദേഷ്യം സഹിക്കാൻ കഴിയാതെ പറയുകയാണ്, എന്റെ ഹബീബ് മരിച്ചു എന്ന് പറഞ്ഞാൽ, വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ കഴുത്ത് ഞാൻ മുറിച്ചു മാറ്റി കളയുമെന്ന് പറയുമ്പോ സിദ്ദീഖ് തങ്ങൾ മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, അടങ്ങ് ഉമറേ, അവിടെ ഇരിക്കും ഉമറേ, റസൂലുള്ള പോകണ്ടേ ഉമറേ എന്ന് പറഞ്ഞപ്പോ ഉമർ തങ്ങൾ അനുസരണയുള്ള ആട്ടിൻകുട്ടിയെ പോലെ അവിടെ ഇരിക്കുന്നു. സിദ്ദീഖ് തങ്ങൾ പ്രസംഗമെല്ലാം കഴിഞ്ഞ് മിമ്പറിൽ നിന്ന് ഇറങ്ങുന്ന നേരം ഒരു കൊച്ചുകുട്ടിയെ പോലെ ഉമർ തങ്ങൾ സിദ്ദീഖ് തങ്ങളുടെ നെഞ്ചത്ത് വീണുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട അബൂബക്കറേ, നമ്മുടെ റസൂലുള്ള പോയല്ലോ അബൂബക്കറേ. ഈ ഉമറിനെ തനിച്ചാക്കിയിട്ട്, ഈ ഉമറിനെ അനാഥമാക്കിയിട്ട് എന്റെ റസൂല് പോയോ അബൂബക്കറേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ തങ്ങൾ കരഞ്ഞു പോയി. ഞാൻ അവസാനിപ്പിക്കട്ടെ. അതാ മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പോവുകയാണ്. എന്റെ റസൂലുള്ള ഇല്ലാത്ത മദീനയിലേക്ക് വേണ്ട, അതുകൊണ്ട് ബിലാലിനെ മദീനയിലേക്ക് വരൂല, എന്റെ ഹബീബ് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് മദീന വിട്ടിറങ്ങുന്നു. സഹാബത്ത് പറഞ്ഞു, ബിലാലേ, നീ പോയാൽ ഞങ്ങൾക്ക് മധുരമായ മനോഹരമായ ബാങ്ക് വിളിക്കാൻ ഇനി ആരാണ് ബിലാൽ? ബിലാൽ തങ്ങളൊന്നും വകവെക്കാതെ അവിടെ ഇറങ്ങി നടക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ ബിലാൽ തങ്ങൾ മദീനയുമായി ബന്ധപ്പെട്ടില്ല. എന്റെ ഹബീബില്ലാത്ത മദീനയിലേക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ബിലാൽ തങ്ങൾ മദീന വിട്ട് മാറി താമസിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ ചെന്നുകൊണ്ട് ചോദിച്ചു, ബിലാലേ, എന്നെ മറന്നോ ബിലാലേ? എന്താ ബിലാലേ മദീനയിലേക്ക് വരാത്തത്? ബിലാൽ തങ്ങൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ഒന്നുമല്ലാതായിരുന്ന അടിമയായ ഈ ബിലാലിനെ മക്കം ഫതഹിന്റെ സമയത്ത് എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ, പ്രമാണിമാരായ തറവാടികളായ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ, അയിന ബിലാൽ, എവിടെ എന്റെ ബിലാൽ എവിടെ എന്ന് പറഞ്ഞ് ബിലാൽ തങ്ങളെ വിളിച്ചിട്ട് റസൂലുള്ളാഹിയുടെ റിസാലത്തിന്റെ പരിശുദ്ധമായ ചുമല താഴ്ത്തി കൊടുത്തിട്ട് ബിലാലിനോട് പറഞ്ഞ്, ഇവിടെ ചവിട്ടിയിട്ട് കഅബയിലേക്ക് കയറൂ ബിലാലേ, എന്നിട്ട് ബാങ്ക് വിളിക്കൂ എന്ന് പറഞ്ഞ് കഅബയിലേക്ക് കയറാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ ചുമല താഴ്ത്തി തന്ന ഒന്നുമല്ലാത്ത എന്റെ മഹത്വത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ എന്റെ നബിയേ, അങ്ങേ ഞാൻ മറക്കുകയോ? ബിലാൽ തങ്ങൾ തിരിച്ച് വീണ്ടും മദീനയിലേക്ക് വന്നു. അങ്ങനെ ബിലാൽ തങ്ങൾ മദീനയിലേക്ക് വന്നത് രാത്രി സമയമായിരുന്നു. എന്നിട്ട് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ബിലാൽ തങ്ങൾ ബാങ്ക് വിളിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ബിലാൽ തങ്ങൾ വന്നപ്പോൾ എല്ലാവരും നിർബന്ധിച്ചു, അങ്ങ് ബാങ്ക് വിളിക്കണം. അങ്ങനെ ബിലാൽ തങ്ങൾ ബാങ്ക് വിളിക്കാൻ തുടങ്ങി. ആ ബാങ്ക് പൂർണ്ണമാക്കാൻ ബിലാൽ തങ്ങൾക്ക് കഴിഞ്ഞില്ല പ്രിയമുള്ളവരെ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അത് പറഞ്ഞു തീർക്കാൻ
എത്താൻ ബിലാൽ തങ്ങൾക്ക് കഴിയുന്നില്ല. വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിയുടെ ചാരത്ത് നിന്നിട്ട് ആ മഹാൻ ആ പേര് പറയാൻ വേണ്ടി നോക്കി മുഴുവിപ്പിക്കാൻ കഴിയുന്നില്ല. ബിലാൽ തങ്ങൾ അവിടെ പൊട്ടിക്കരഞ്ഞ് ബോധരഹിതനായി വീണു എന്ന് ചരിത്രം പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്വഹാബി ദുആ ചെയ്തു, അല്ലാഹുമ്മ അസ്ഹിബ് ബസരി, എന്റെ കാഴ്ച തന്നെ എടുത്തു കളയല്ല, എനിക്ക് എന്റെ കണ്ണിന് നീ കാഴ്ച വേണ്ട റബ്ബേ, എന്റെ ഹബീബില്ലാത്ത മദീന എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അക്ഷരാർത്ഥത്തിൽ നിന്ന് മദീന നിശ്ചലമായെങ്കിൽ ആ സഹാബിയുടെ കാഴ്ച അല്ലാഹു ആ സമയത്ത് തന്നെ ഊരിയെടുത്തു കളഞ്ഞുവെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് കാഴ്ച വേണ്ട. ഇനി നാളെ മഹ്ശറുടെ തിരുമുറ്റത്ത് വെച്ച് എന്റെ ഹബീബിനെ കാണാൻ മാത്രം എനിക്ക് എന്റെ കണ്ണിന്റെ കാഴ്ച മതി എന്ന് പറഞ്ഞു പോയ ആശിഖ്യങ്ങൾ, അല്ലാഹു അത്തരം ആശിഖ്യങ്ങളിൽ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്ലിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.